നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അമ്മ എന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോ എന്റെ നെഞ്ചിനൊരു സമാധാനമുണ്ട്. അമ്മയ്ക്കല്ലാതെ മറ്റാർക്കും അത് തരാൻ പറ്റില്ല. അമ്മയുടെ മുമ്പിൽ ആരും ഒന്നുമില്ല. ഇതൊക്കെ കളവാ. പുറകെ അന്വേഷിച്ചെത്തിയ അച്ഛൻ അവരോട് ഏറ്റുമുട്ടി. ആ ഏറ്റുമുട്ടലിൽ എന്റെ കൺമുമ്പിൽ വെച്ച് നിന്റെ അച്ഛനെ അവര് വെട്ടി നുറുക്കി. നിന്നെ ചുമന്ന എന്റെ വയറിന് ഒരിക്കലും ശാന്തമാവാൻ പറ്റില്ല. അമ്മയ്ക്കിനി വയ്യ മോളെ. നിന്നെ കാണാതെ ഒരു നിമിഷം പോലും അമ്മയ്ക്കിനി ജീവിക്കാൻ പറ്റില്ല. നിന്നെ വളർത്തുന്നവരുടെ മുന്നിൽ അമ്മ വരും. എല്ലാ സത്യങ്ങളും തുറന്നു പറയാം. മോൾ അമ്മയുടെ കൂടെ വന്നേ പറ്റൂ. അമ്മ അമ്മേ, അമ്മ ഞാനാ. അമ്മ ഞാനാ. അമ്മേ, എന്താ മോളെ, ഉറങ്ങിയില്ലേ നീ ഇതുവരെ? എനിക്ക് ഉറക്കം വരുന്നില്ല. ഞാൻ അമ്മയുടെ കൂടെ കിടന്നോട്ടെ. എന്തെങ്കിലും സ്വപ്നം കണ്ട് പേടിച്ച മോള്? മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്ന പോലെ. അതെ അച്ഛാ, കണ്ടു. ആരൊക്കെ വന്നെന്നെ പിടിച്ചോണ്ട് പോകുന്ന പോലെ. ഞാൻ അച്ഛന്റെ അമ്മയുടെ അടുത്തുനിന്ന് അകന്നകന്ന് പോകുന്ന പോലെ. എന്താ മോളെ ഇത്? ഇത്രയും വലിയ കൃഷ്ണഭക്ത എങ്ങനെ പേടിക്കുന്നേ? നിന്റെ ഭഗവാൻ അങ്ങനൊരു അവസരം വരുത്തുവോ? അല്ല, ഇനി ആരെങ്കിലും വന്നാൽ തന്നെ നിന്റെ അച്ഛനും അമ്മയും നിന്നെ വിട്ടുകൊടുക്കൂ? എന്റെ മോളുടെ ഒരു കാര്യം കേട്ടോ ശോതെ, കണിമംഗലത്തുകാർക്കൊക്കെ ഇയാളെ കുറിച്ച് പറയാൻ 100 നാവാ. പക്ഷെ ഇവളെ എത്ര പാവാണെന്ന് നമുക്കല്ലേ അറിയൂ. ഒരു കാര്യം ചെയ്യും, അമ്മയും മോളും കൂടി ഇവിടെ കിടന്നു, അച്ഛൻ അപ്പുറത്തെ മുറി കിടന്നു. കഴിഞ്ഞില്ലേ നിന്റെ സങ്കടം? എനിക്കെന്നും അച്ഛന്റെ അമ്മയുടെ അടുത്തുണ്ടാവണം. എന്താ ഇവിടെ ഈ കുടുംബത്തെ ആർക്കും ഉറക്കമൊന്നും ഇല്ലേ? മോളെന്തോ കണ്ട് പേടിച്ചു പോയി അമ്മ. ഇവിടെ യശോദയുടെ കൂടെ കിടക്കണം എന്ന് പറഞ്ഞു വന്നതാ. എന്നാ നീ ഒരു തൊട്ടിലും കൂടി കെട്ടിക്കൊടുക്കാത്ത എന്താ? തൊട്ടിലി കിടത്തി ആട്ടി ഉറക്കേണ്ട പ്രായമല്ലേ? അല്ല, അമ്മ എന്തിനാ എണീറ്റ് ഇങ്ങോട്ട് വന്നത്? അമ്മയ്ക്ക് ഉറക്കമില്ലേ? ഇവിടെ ബാക്കി എല്ലാവരും കണ്ണും പിടിച്ചിരിക്കുമ്പോ ഞാൻ ചെന്ന് കിടന്ന് ഉറങ്ങിയിട്ടെന്താ? അമ്മ പോയിക്കോളൂ, അവരെ ഒരുമിച്ച് കിടന്നോട്ടെ. ഞാനൊന്നും പറയുന്നില്ല. ഈ പുന്നരിക്കാൻ വരുന്നതൊക്കെ എന്തിന്റെ പേരിലാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പ്രത്യേകിച്ച് അവകാശമൊന്നും ഇല്ലാത്തവർക്ക് എന്തെങ്കിലുമൊക്കെ കാണിച്ചു പിടിച്ച് നിക്കണ്ടേ? അങ്ങനെ പതിവ് പോലെ മുത്തശ്ശിക്ക് പറയാനുള്ളത് മുത്തശ്ശി പറഞ്ഞു. നിങ്ങൾ കിടക്കാൻ നോക്കൂ. അതെ, അമ്മയും മോളും കൂടി ഈ പേടിയും പറഞ്ഞ് നേരം വെളുപ്പിക്കാനൊന്നും പാടില്ല. നാളെ നേരം വെളുത്ത് എന്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോ നല്ല ഉന്മേഷത്തോടെ ചിരിയോടെ വന്ന് നിൽക്കണം. കേട്ടല്ലോ? മോള് കിടക്ക്. മോളെ, അമ്മയുടെ ഈ കൈച്ചൂടുണ്ടല്ലോ, അത് വേറെ എവിടെ പോയാലും കിട്ടില്ല. അമ്മ എന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോ എന്റെ നെഞ്ചിനൊരു സമാധാനമുണ്ട്. അമ്മയ്ക്കല്ലാതെ മറ്റാർക്കും അത് തരാൻ പറ്റില്ല. അമ്മയുടെ മുമ്പിൽ ആരും ഒന്നുമില്ല.
ഒക്കെ കളവാ. ഉറങ്ങിക്കും. നന്നായിട്ട് ഉറങ്ങുമ്പോ പേടിയൊക്കെ മനസ്സിൽ നിന്ന് പോവും. ഇന്ദ്രജിത് മേനോന്റെ നായികയായിട്ടുള്ള സ്ക്രീൻ ടെസ്റ്റ്. പ്രിയങ്ക, യു ആർ ലക്കി. ഇന്ന് നിന്റെ ദിവസമായിരിക്കണം. ഡയറക്ടർ ഇന്ദ്രജിത് മേനോൻ നിന്നെ അംഗീകരിക്കണം. ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ് പ്രിയങ്ക. കൊള്ളാമോ വരുൺ? എന്നെ കാണാൻ കൊള്ളാമെന്നാ ചോദിച്ചേ. കഴിവുകൾ തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അവർ സ്ക്രീൻ ടെസ്റ്റ് വെച്ചിരിക്കുന്നത്. എന്റെ മുമ്പിലല്ല, അവിടെയാണ് പ്രൂവ് ചെയ്യേണ്ടത്. അക്കാര്യത്തിൽ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. നീ തോക്കാൻ പാടില്ല, എന്റെയും ആഗ്രഹം തന്നെയാ. പക്ഷേ കണ്ടീഷൻസ് ഞാൻ വീണ്ടും പറയേണ്ട ആവശ്യമില്ലല്ലോ. പേടിക്കണ്ടെന്നേ. ഞാൻ ഹീറോയിനാകുന്ന പടം പുറത്തിറങ്ങിയാ പിന്നെ ഒരു നിമിഷം പോലെ ഞാൻ വരുണിന്റെ ജീവിതത്തിലോ ഈ കണിമംഗലത്തോ ഉണ്ടാവില്ല. എനിക്ക് പിന്നെ എന്റേതായ ലോകം. ഉം. ആദ്യം സിനിമ നടക്കട്ടെ, ബാക്കി നമുക്ക് പിന്നെ ആലോചിക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.